കത്തിൽ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളാണ് DCC പ്രസിഡന്റിനും അതുപോലെ IC ബാലകൃഷ്ണൻ MLA എതിരെയുള്ളത്. അപ്പോൾ ഗുരുതരമായ ആരോപണം, വലിയ ഒരു കോൺഗ്രസിൻ്റെ ഒരു DC ട്രഷറർ, വലിയ നേതാവ് ഇത്തരത്തിലൊരു ആത്മഹത്യക്കുറിപ്പിൽ ഇത്തരം പരാമർശം നടത്തുമ്പോൾ അത് DCCക്ക് യാതൊരുവിധ മറുപടിയില്ലേ? DCCൻ്റെ മറുപടിയല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ DCC പ്രസിഡൻ്റായി രണ്ടാമത് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ പറ്റിയാണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. എനിക്കതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റും മറുപടി? ഞാനായിട്ടൊരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഒരു ഉറുപ്പ്യ പോലും അവിടെ ഞാൻ വാങ്ങിയിട്ടുമില്ല. എൻ്റെ പൊതു ജീവിതത്തിൽ അരനൂറ്റാണ്ട് കഴിഞ്ഞു ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു. എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് വരെ അങ്ങനത്തെ ഒരു ആരോപണം എൻ്റെ പേരിൽ ആരും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരാളുടെ ഒരു രൂപ പോലും ഒരു കാര്യത്തിന് വാങ്ങിയിട്ടുമില്ല. ഈ KPCCയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു. അത്തരം ചോദ്യങ്ങളൊന്നും DCC പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം ഇത്തരത്തിൽ എന്തെങ്കിലും ഞാൻ അന്ന് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ഞാനങ്ങനെയാണ് പറഞ്ഞത് എല്ലാവരോടും. നിങ്ങളൊക്കെ കേട്ട് ഓർമ്മയില്ലേ? സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ ഇക്കാര്യത്തിൽ. അത് KPCC നടത്തട്ടെ അന്വേഷണം. KPCC അന്വേഷണം നടത്താൻ വേണ്ടി ആവശ്യമായ കമ്മീഷൻ വെക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ട്. വെക്കട്ടെ. പിന്നെ മറ്റ് തലത്തിൽ അന്വേഷിക്കട്ടെ. ഇവിടെ പല സംവിധാനങ്ങളും ഉണ്ടല്ലോ ഈ നാട്ടിൽ. ആരെങ്കിലും അങ്ങനെ പണം വാങ്ങിച്ച് പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ചോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല കാര്യത്തിൽ. മരണം നടന്ന ഘട്ടത്തിൽ അപ്പച്ചേട്ടൻ പറഞ്ഞല്ലോ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല, ഇങ്ങനത്തെ ഒരു വിഷയം വിജയൻ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പച്ചേട്ടൻ പറഞ്ഞത്. അത് സത്യം. അതിനകത്ത് ഇങ്ങനെ അത് ഈ കത്തിനകത്ത് ഇങ്ങനെ പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരുമല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്നുള്ള തരത്തിൽ ഒരു സംശയം വരും. എന്താണ് അതിന് മറുപടി? അല്ല, അതിപ്പോൾ വേണമെങ്കിൽ ആരുടെ പേര് വേണം എഴുതി വെക്കാമല്ലോ. ആരും പറഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. ആരുടെ പേര് വേണമെങ്കിൽ എഴുതി വെക്കാം. ഞാനിത് വിജയമായിട്ട് ഇത്തരം സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തേണ്ട ഘട്ടം ഉണ്ടായിട്ടില്ല, ആവശ്യമുണ്ടായിട്ടില്ല. എന്നോടൊട്ടത് പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ മാസം 19 ജനറൽ ബോഡി യോഗത്തിൽ അങ്ങനെ പങ്കെടുത്തിരുന്നു. പല കാര്യങ്ങൾ ചർച്ച ചെയ്തു യോഗത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ? യോഗത്തിൽ പരസ്യമായി വേണം പറയാലോ. ഞങ്ങളെ യോഗത്തിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരസ്യമായി ഉന്നയിക്കാം. ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും. ഒരു കാര്യത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അത് പാർട്ടി ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലാണ് ആ കത്തിൽ പരാമർശിക്കുന്നത്. പാർട്ടിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം, പാർട്ടിക്ക് വേണ്ടിയാണ് അത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിന് മറുപടി? ഞാൻ 3 വർഷമായിട്ടുള്ളൂ DCC പ്രസിഡൻ്റായിട്ട്. അതിനു മുമ്പ് ഒരു 12 വർഷം ഞാൻ DCC പ്രസിഡൻ്റായിരുന്നു. അതിനിവരാരും ഭാരവാഹികളല്ല. ആ കാലഘട്ടത്തിൽ എന്നെപ്പറ്റി ഒരു ആരോപണവും ഒരു പൈസ വാങ്ങിയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഒരു ആരോപണം വന്നിട്ടില്ല. ഈ 3 വർഷത്തിന് ശേഷം ഒരാരോപണം പുതുതായിട്ട് ഇപ്പോൾ കെട്ടിച്ചമയ്ക്കാനോ ഉണ്ടാക്കാനോ എന്താ കാരണം എനിക്കറിയില്ല. 2 മുൻ DCC പ്രസിഡന്റുമാർക്ക് കൂടി എതിരെയാണ് ഈ ആക്ഷേപം എന്നുള്ളതാണ് പ്രസക്തം. 3 DC പ്രസിഡന്റുമാർക്കെതിരെ കൂടിയാ. അത് കഴിഞ്ഞ കാലങ്ങളിലാണ്. ഞാനില്ലത്. അതുമായിട്ടൊരു ബന്ധമില്ല എനിക്ക്. ഈ ചാക്കോ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഇടപാടിലാണ് അപ്പച്ചേട്ടൻ്റെ പേര് വന്നിട്ടുള്ളത്. ചാക്കോ, ആ ചാക്കോനെ പരിചയമുണ്ടോ? ആ ചാക്കോടെ എന്താണ് ശരിക്കും ആ ഡീൽ എന്താണ്? എനിക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തിൽ ഞാൻ എങ്ങനെ മറുപടി പറയുക? നേരത്തെ ചോദിച്ച മാതിരി ആരോ സ്ഥലം എഴുതി കൊടുത്തെന്നോ എന്തോ എഴുതി കൊടുത്തൊക്കെ പറഞ്ഞില്ലേ? ഞാൻ വാങ്ങാത്ത കാര്യത്തിന് എനിക്ക് പറയാൻ പറ്റുമോ? ചാക്കോയെ പരിചയമില്ല. ആളെ ഏതാണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ടില്ല. വ്യക്തമായി ഞാൻ പറയാം. അയൽക്കാരനാന്നാ പറയുന്നത്. എൻ്റെ അയൽവാസികൾ ആരും ചാക്കോമാരും അവിടെ ഇല്ല. ഏതെങ്കിലും ചാക്കോയിൽ പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചാക്കോട് ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കാം. അതിനകത്ത് DCC ആ ഡീലിനകത്ത് കരാറിനകത്ത് DCC വൈസ് പ്രസിഡന്റ് OV അപ്പച്ചേട്ടനാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് DCCക്ക് ഇടപാടുകൾ സംബന്ധിച്ച് അറിയാലോ. ഇല്ല, DCC ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇടപാടിൽ ഒപ്പുവെക്കേണ്ട കാര്യമില്ല. OV അപ്പച്ചേട്ടൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ സമ്മതം വാങ്ങിയിട്ടല്ല ഒപ്പുവെക്കാൻ പോയിട്ടുള്ളതും സംസാരിക്കാൻ പോയിട്ടുള്ളതും. ഞാൻ ഈ കാര്യമായിട്ട് ഇടപാട് നടത്താത്ത ഒരാൾ എന്തിനാ ഞാനിതിനെ വേറെ ആളെ പ്രേരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുവരെ നടന്ന ഈ പുറത്തു വന്ന കത്തിൽ പറയുന്ന പരാമർശങ്ങളിലെല്ലാം പ്രതിക്കൂട്ടിലാവുന്നത് DCC നേതൃത്വമാണ്. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, അങ്ങനെ ഒരുപാട് പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നത്. ഇതിലൊരു തരത്തിലുള്ള ബന്ധവും പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് തന്നെ പറയുന്നത്. 100% ഉറപ്പിച്ച് ഞാൻ പറയും. അന്വേഷിക്കട്ടെ. അന്വേഷണത്തിനുള്ള ബന്ധപ്പെട്ട സംവിധാനം കേരളത്തിലുണ്ടല്ലോ. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കട്ടെ. ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നേരം തെളിയിക്കട്ടെ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതേ പറയാറുള്ളൂ. അന്വേഷണം നടന്നോട്ടെ. ഞാൻ അന്ന് തന്നെ ഈ സംഭവം നടന്നപ്പോൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു DCC ഭാരവാഹി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ആളുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇളയ മകനാണ്. അല്പം ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ് ഇളയ മകൻ. അവന് ജോലി ഉണ്ടായിരുന്നു അവിടെ ബാങ്കിൽ. അതെന്തോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അതിനെ പറ്റിയിട്ടൊക്കെ.
അങ്ങനെ മരണപ്പെട്ടപ്പോഴും ഈ സന്ദർഭങ്ങളിൽ മുമ്പോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പിന്നെ ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ആലോചനയോ സംസാരമോ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത കാര്യത്തെപ്പറ്റി ഞാൻ എന്താ പറയുക? ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഇതുവരെ ഞാനൊരു സാമ്പത്തിക കാര്യത്തിൽ അങ്ങനെ ആരെടുത്ത് പോയിട്ട് അങ്ങനെ ഈ പറഞ്ഞ മാതിരി പൈസ വാങ്ങാൻ പോകാത്തൊരു കക്ഷിയാണ് ഞാൻ, സ്വാഭാവികമായിട്ടും. പിന്നെ പാർട്ടി പരിപാടി നടത്തുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കിട്ടിയാൽ കിട്ടി, വാങ്ങി നടത്തും കാര്യങ്ങൾ. ഇതൊന്ന് ശ്രദ്ധയിൽ വന്നിരുന്നു, ഇങ്ങനെ ആക്ഷേപങ്ങളുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇല്ല. അപ്പം അത് മുമ്പ് അന്വേഷിച്ചു പോയതാണല്ലോ KPCC. 2019 മറ്റേ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു ഇവിടെ. അതിനെപ്പറ്റി KPCC തരത്തിൽ അന്വേഷണം വന്നു. അന്വേഷണം നടത്തിപ്പോയതാണ് അവർ. എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, ആ സന്ദർഭത്തിൽ ഭർത്താവിനും ചോദിച്ചിട്ടില്ല, ഒരു കാര്യം എന്നോട് സംസാരിച്ചിട്ടില്ല. ബത്തേരിയിലെ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് 32 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. അതിന് ആ പണത്തിന് വായ്പ എടുത്തു ബാങ്കിൽ, അതിപ്പോൾ 65 ലക്ഷമായി വർദ്ധിച്ചു. ഇതൊക്കെ ആത്മഹത്യാക്കുറിപ്പിലുള്ളതാണ്. എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇന്നലെ സമയത്ത് പാർട്ടിയുടെ നേതൃസ്ഥാനത്തില്ല. ബത്തേരി സഹകരണ ബാങ്ക് ഇലക്ഷൻ നടക്കുമ്പോൾ ഇല്ല. രണ്ടാമത് ഇപ്പം ഞാൻ DC പ്രസിഡന്റ് വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഒന്ന് പുൽപ്പള്ളിയിൽ ആദ്യത്തെ നടത്തിയത്. അവിടെ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയി നിന്നിട്ട് അത് ജയിച്ചു. ഞങ്ങൾ ഭരണത്തിൽ വന്നു. മുള്ളക്കൊല്ലി ഞങ്ങൾ ഭരണത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വന്നു. അർബൻ ബാങ്ക് ഇലക്ഷൻ എന്നെ ചുമതലപ്പെടുത്തി KPCC. ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അർബൻ ബാങ്ക് ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ 900 വോട്ടാണ് പോൾ ചെയ്തെങ്കിൽ ഈ ഇലക്ഷനും 4200 വോട്ടാണ് പോൾ ചെയ്തത്. ഒരാളുടെ ഒരു 10 പൈസ വാങ്ങിയിട്ടല്ല. ഈ NM വിജയന്റെ മകൻ, ഇപ്പോൾ മരണപ്പെട്ട മകൻ ഒരു ജോലി ഉണ്ടായിരുന്നു, 7 വർഷം താൽക്കാലിക ജീവനക്കാരായിരുന്നു. പക്ഷേ ആ നിർദ്ദയം അയാളെ പിരിച്ചുവിട്ടെന്ന് നിങ്ങളുടെ ഭരണസമിതി വന്നപ്പോൾ, ഈ പറഞ്ഞ ഭരണസമിതി ഇപ്പോൾ പറഞ്ഞ വന്ന ഭരണസമിതി വന്നപ്പോഴാണ് അയാളെ പിരിച്ചുവിട്ടത്. ഭരണസമിതി വന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ഭരണത്തെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിൽ ഇടപെടാറില്ല. കാരണം എനിക്ക് അത്ര മാനസികമായിട്ട് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അവിടുത്തെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം അന്വേഷിക്കാനും പോകാറില്ല, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനും പോകാറില്ല. UDFന്റെ ആ ബാങ്ക് ഭരണസമിതി DCC അധ്യക്ഷൻ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുണ്ട്. അല്ല, ചില കാര്യങ്ങളിലേക്ക് വിയോജിപ്പെടുന്ന ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് അന്നും ഭരണസമിതി ഉണ്ടാക്കുന്ന കാര്യത്തിലുണ്ടായ വിയോജിപ്പാണ്. ഞാൻ നടത്തിയ ഇലക്ഷനാണ്, ഞാനാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇലക്ഷൻ നടത്തിയതെന്ന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ചില സംഭവകാശങ്ങൾ പാർട്ടിയിലത്തെ കാര്യങ്ങളാണ്. അതിപ്പോൾ പച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റില്ല എനിക്ക്. അതുമായി പാർട്ടി രഹസ്യമാണ് അതൊക്കെ. ജോലി നഷ്ടപ്പെട്ടു ആണെന്ന് എനിക്കറിയാൻ പാടില്ല. അവരെന്താ ഉദ്ദേശിച്ചിട്ടാണോ അവരെ പിരിച്ചുവിട്ടെന്നോ ആ കുട്ടിക്കാട് ജോലി ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാം. പിരിച്ചുവിട്ട കാരണം എനിക്കറിയാൻ പാടില്ല.